ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലെ EVSന്റെ ഓണം എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ ഒരു പ്രവർത്തനത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷും അതുപോലെ തന്നെ നിങ്ങളുടെ മലയാളം എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലേ ലിസ്റ്റിൽ ക്ലാസ് 3 എന്നുള്ള ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ് 3 എക്സാം ന്യൂ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ എല്ലാ വീഡിയോസും കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ EVSലേക്ക് നോക്കാം. പ്രവർത്തനം 1. ചിത്രപുരം സ്കൂളിലെ കൂട്ടുകാർ ജൈവ വൈവിധ്യ ഉദ്യാനം നിരീക്ഷിച്ച് തയ്യാറാക്കിയ സസ്യങ്ങളുടെ പട്ടികയാണ് താഴെ കാണുന്നത്. അപ്പോൾ ഏതൊക്കെയാണുള്ളത്? മാവ്, ചീര, റോസ്, തുമ്പ, പ്ലാവ്, ചെമ്പരത്തി, തുളസി, മുക്കുറ്റി, തേക്ക്, ഇത്രയും സസ്യങ്ങളുടെ പേരാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി സവിശേഷതകൾക്കനുസരിച്ച് ഈ സസ്യങ്ങളെ തരംതിരിച്ച് പട്ടികയിൽ എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് എങ്ങനെ തരംതിരിക്കാം? ഔഷധികൾ, അതുപോലെ തന്നെ കുറ്റിച്ചെടികൾ, മരങ്ങൾ. ഔഷധികൾ ഏതൊക്കെയാണ്? തുമ്പ, ചീര, മുക്കുറ്റി. കുറ്റിച്ചെടികളോ? തുളസി, ചെമ്പരത്തി, റോസ്. മരങ്ങൾ മാവ്, തേക്ക്, പ്ലാവ്. ഇത്രയും നമുക്ക് കൊടുക്കാം. ഇനി ഇതിലെ ബി ചോദ്യം നോക്കൂ. ഉദ്യാനത്തിലെ റോസ് ചെടിയുടെ ചില ഭാഗങ്ങൾ അവയുടെ വിശേഷങ്ങൾ പങ്കുവച്ചു. അവർ പറഞ്ഞ കാര്യങ്ങൾ വായിച്ച് ചെടിയുടെ ഏത് ഭാഗമാണ് കണ്ടെത്തി എഴുതൂ. ചിത്രവും വരക്കണേ. സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത് ഞാനാണ്. മണ്ണിൽ നിന്ന് സസ്യത്തിന് ആവശ്യമായ ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുകയാണ് എൻ്റെ ജോലി. ഇതിൽ സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത് ഞാനാണ്. അത് ഏത് ഭാഗമാണ്? ഇലയുടെ ഭാഗമാണ്. ഇനി ജലവും ലവണവും വലിച്ചെടുക്കുന്നത് വേര് അഥവാ റൂട്ട് അല്ലേ. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. ചിത്രപുരത്തെ ഒരു കുളത്തിലെ മീൻ പറയുന്നത് വായിച്ചു നോക്കൂ. എന്താണ് മീൻ പറയുന്നത്? കുളത്തിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയരുതേ, ഞങ്ങളും ജീവിച്ചോട്ടെ എന്നാണ് പറയുന്നത്. ഒരു മീനാണ് പറയുന്നത് അല്ലേ. ചോദ്യം. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും ജലസ്രോതസ്സുകൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്? എന്തൊക്കെ ചെയ്യാൻ പറ്റും? ജലാശയങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക, ജലാശയങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക, ജലജീവികളെ ഉപദ്രവിക്കാതിരിക്കുക, ജലാശയങ്ങൾ മണ്ണിട്ട് നികത്താതിരിക്കുക. ഒന്നുകൂടെ പറയാം. ജലാശയങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക, ജലാശയങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക, ജലജീവികളെ ഉപദ്രവിക്കാതിരിക്കുക, ജലാശയങ്ങൾ മണ്ണിട്ട് നികത്താതിരിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി അടുത്തൊരു ചോദ്യം. മീനുമോള് മഴ അളക്കുന്നതിന് വേണ്ടി സ്കൂളിൽ നിർമ്മിച്ച ഒരു ഉപകരണം ഉണ്ട്. ആ ഉപകരണത്തിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരുന്നു അതിന്റെ പേര്? മഴ മാപിനി എന്നുള്ളതാണ്. മഴ മാപിനി. ഇനി പ്രവർത്തനം 3. മനുവും കൂട്ടുകാരും ജലം ശുദ്ധീകരിക്കാനുള്ള ലളിതമായ മാർഗം തയ്യാറാക്കിയത് നോക്കൂ. ഇതിൽ ശരിയായ രീതിയിൽ തയ്യാറാക്കിയ ഇത് ഏതെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കൂ. കരി, ചരൽ, മണൽ. അതാണ് എ. ബി എന്ന് പറയുന്നത് ചരല്, മണല്, കരി. സി എന്ന് പറയുന്നത് ചരൽ, കരി, മണൽ. ഇതിൽ ഏതാണ് ശരിയായത് എന്നാണ് നോക്കേണ്ടത്. ഏതായിരുന്നു? എ ആണ്. ചരൽ, മണൽ, കരി എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഇതിലെ ബി ചോദ്യം. മണ്ണിൽ വീണ് കലങ്ങിയ മഴവെള്ളം കിണറ്റിലേക്ക് എത്തുമ്പോൾ തെളിഞ്ഞു വരുന്നത് എങ്ങനെയാണ് മണ്ണിൽ അഥവാ മഴവെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിലേക്ക് അല്ലെ മണ്ണിലേക്ക് വീഴുമ്പോൾ അത് ചെളിവെള്ളമായിട്ട് മാറും. പക്ഷെ അത് കിണറ്റിലെത്തുമ്പോൾ തെളിഞ്ഞ വെള്ളമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ? മഴവെള്ളം മണ്ണിലൂടെ താഴേക്ക് അരിച്ചിറങ്ങി ഉറവയായി കിണറ്റിലും മറ്റ് സ്രോതസ്സിലും എത്തുന്നു. ഇങ്ങനെ അരിച്ചിറങ്ങുമ്പോഴാണ് വെള്ളം തെളിഞ്ഞു വരുന്നത്. അപ്പോൾ അരിച്ചിറങ്ങി തെളിഞ്ഞ വെള്ളമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി 4ാമത്തെ പ്രവർത്തനം. റാഹില തയ്യാറാക്കിയ ജീവികളുടെ ആൽബത്തിലെ ചിത്രങ്ങൾ നോക്കൂ. ഇവിടെ ഒരുപാട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് നമുക്ക്. ചോദ്യം. സഞ്ചാര രീതി അനുസരിച്ച് ഈ ജീവികളെ തരംതിരിച്ച് പട്ടികയിൽ എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് എഴുതേണ്ടത്? പറക്കുന്നവ, നടക്കുന്നവ, ഇഴയുന്നവ എന്ന രീതിയിൽ എഴുതാം. അപ്പോൾ നടക്കുന്നവ ഏതൊക്കെയാണ്? ആന, പൂച്ച, കഴുത, കുറുക്കൻ. പറക്കുന്നവ കാക്ക, പരുന്ത്, തത്ത, തുമ്പി. ഇഴയുന്നവയോ? പാമ്പ്, ഒച്ച്, ആമ, തേരട്ട. ഇങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്തിട്ട് തരം തിരിച്ച് എഴുതാവുന്നതാണ്. ഇനി ഇതിലെ ബി ചോദ്യം. ജീവികളുടെ ശാരീരിക പ്രത്യേകതകൾ അനുസരിച്ച് റാഹിമും റാഹിലയും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാമോ? ശരീരത്തിലെ വരകൾ കൊണ്ട് തിരിച്ചറിയാവുന്ന ഒരു ജീവിയുടെ പേര് പറയാമോ? ഏതാണ് ജീവി? സീബ്ര അല്ലെങ്കിൽ വരയൻ കുതിര. ഇനി ചില ജീവികളുടെ പ്രത്യേകത കുളമ്പുകളാണ്. കുളമ്പുള്ള ഒരു ജീവിയുടെ പേര് പറയാമോ? ഏത് ജീവിയാണ്? കുതിര. അപ്പോൾ വരയുള്ളത് സീബ്ര, അതുപോലെ തന്നെ കുളമ്പുള്ളത് കുതിര.
ഇനി അഞ്ചാമത്തെ പ്രവർത്തനം, എബിമോൻ പരിസര പഠന പുസ്തകത്തിൽ വരച്ച ചിത്രശലഭത്തിന്റെ ചിത്രം നോക്കൂ, ചിത്രത്തിലെ പൂമ്പാറ്റയ്ക്ക് നിറം നൽകൂ. അപ്പോൾ ഇവിടെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ, ഇതിന് നിറം നൽകാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇതിലെ എ പ്രവർത്തനം, എബിമോൻ പരിസര വരച്ച പുസ്തകം, ഇതിന് നിറം നൽകാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബി, പൂമ്പാറ്റയുടെ ജീവിത ചക്രത്തിന്റെ 4 ഘട്ടങ്ങളും എബിമോൻ പുസ്തകത്തിൽ വരച്ചിട്ടുണ്ട്, ചിത്രങ്ങൾ നിരീക്ഷിച്ച് ഘട്ടങ്ങൾ എഴുതുക. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്, ഓരോ ഘട്ടവും തന്നിട്ടുണ്ട്. ആ ഘട്ടം ഏതൊക്കെയാണെന്ന് എഴുതാനാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ആ ഘട്ടം എന്ന് പറയുന്നത്? മുട്ട, ലാർവ, പ്യൂബ, ശലഭം, അങ്ങനെയാണ് വരുന്നത്. ആദ്യം മുട്ടയായിരിക്കും, പിന്നെ അത് ലാർവയായിട്ട് മാറും, പിന്നെ അത് പ്യൂബയായിട്ട് മാറും, പിന്നെ ശലഭമായിട്ട് മാറുന്നു. ഇനി ഇതിലെ സി ചോദ്യം നോക്കൂ, നിങ്ങളുടെ വീട്ടിലെ പൂന്തോട്ടത്തിലും പൂമ്പാറ്റകൾ വന്നെത്താറില്ലേ? നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും 2 ഇനം പൂമ്പാറ്റകളുടെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും 2 പൂമ്പാറ്റകളുടെ പേരെഴുതണം. ഏതൊക്കെ എഴുതാം നമുക്ക്? 1 നാട്ടുകോമാളി, അതുപോലെ തന്നെ ചക്കര ശലഭം, മഞ്ഞക്കോളാമ്പ്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നാട്ടുകോമാളി, ചക്കര ശലഭം, അങ്ങനെ 2 ശലഭത്തിന്റെ പേര് പഠിച്ചു വെക്കുക. ഇനി ഇതിലെ ഡി, ചിത്രത്തിൽ കാണുന്ന സസ്യങ്ങളുടെ പ്രത്യേകത താഴെ പറയുന്നവയിൽ ഏതാണ്? ഏതൊക്കെയാണ് പ്രത്യേകത ഉള്ളത്? ഇവിടെ അരളിയും കൃഷ്ണകിരീടവുമാണ് തന്നിട്ടുള്ളത്. 1 നമ്മുടെ പ്രദേശത്ത് കണ്ടുവരാത്ത സസ്യങ്ങൾ, മറ്റൊന്ന് പൂക്കൾ ഉണ്ടാകാത്ത സസ്യങ്ങൾ, പൂമ്പാറ്റകളെ ആകർഷിക്കുന്ന സസ്യങ്ങൾ, വള്ളികളായി പടരുന്ന സസ്യങ്ങൾ. ഏതാണ് ഇതിൽ സസ്യത്തിന്റെ പ്രത്യേകത ഏതാണെന്ന് നമുക്ക് നോക്കാം. ഏതാണ്? പൂമ്പാറ്റകളെ ആകർഷിക്കുന്ന സസ്യമാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അഥവാ അരളിയും കണിക്കൊന്നയും ഒക്കെ പൂമ്പാറ്റകളെ ആകർഷിക്കുന്ന സസ്യങ്ങളാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.